നമസ്കാരം. 2026 ജനുവരി മാസം തുലാം രാശിയിലെ ചിത്തിരയുടെ അവസാന പകുതിയും ചോതി വിശാഖത്തിന്റെ ആദ്യ മുക്കാൽ ഭാഗവും ഉൾപ്പെടുന്നവർക്ക് ഈ ജനുവരി മാസം പ്രധാനപ്പെട്ട 4 ഗ്രഹങ്ങളാണ് രാശി മാറുന്നത്. യഥാർത്ഥത്തിൽ തുലാം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം വലിയൊരു മാറ്റത്തിന്റെ മാസമാണ് ഈ ജനുവരി. നിങ്ങളുടെ തൊഴിൽ, സാമ്പത്തികം, കുടുംബം, ആരോഗ്യം എന്നിങ്ങനെ സമസ്ത മേഖലകളും ഗ്രഹനില അനുസരിച്ചിട്ടുള്ള കൃത്യമായ പരിഹാരങ്ങളും നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ട്. നമുക്ക് ഓരോ മേഖലയെ തിരിച്ചുകൊണ്ട് വിശദമായി അപഗ്രഥിക്കാം. ഈ മാസം തുലാം രാശിക്കാർക്ക് തൊഴിൽപരമായി ആത്മവിശ്വാസവും അധ്വാന ഭാരവും ഒരുപോലെ അനുഭവപ്പെടുന്ന സമയമാണ്. ശനി 6ാം ഭാവത്തിൽ ശക്തനായി നിൽക്കുന്നതിനാൽ നിങ്ങളുടെ പ്രയത്നങ്ങൾക്ക് അർഹമായ ഫലം ഉറപ്പായും ലഭിക്കുന്നതാണ്. മാസത്തിന്റെ ആദ്യ പകുതി, അതായത് ജനുവരി 14 വരെ സൂര്യനും ചൊവ്വയും 3ാം ഭാവത്തിൽ നിൽക്കുന്നതുകൊണ്ട് തൊഴിൽ സ്ഥലത്ത് പുതിയ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുവാനും വെല്ലുവിളികളെ നേരിടുവാനും നിങ്ങൾക്ക് പ്രത്യേകമായ ഊർജം ഉണ്ടാകുന്നതാണ്. സഹപ്രവർത്തകരുമായുള്ള ആശയവിനിമയം മെച്ചപ്പെടും. മീറ്റിങ്ങുകളിലും ചർച്ചകളിലും നിങ്ങളുടെ അഭിപ്രായങ്ങൾക്ക് മുൻഗണനയും ലഭിക്കുന്നതാണ്. ജോലി സംബന്ധമായി ഹ്രസ്വദൂര യാത്രകൾ ഈ സമയത്ത് വേണ്ടി വന്നേക്കാം. അത് ഗുണകരമായി വരുന്നതുമാണ്. മാസത്തിന്റെ 2ാം പകുതിയിൽ ജനുവരി 15 ശേഷം സൂര്യൻ, ചൊവ്വ, ബുധൻ, ശുക്രൻ എന്നിവർ 4ാം ഭാവത്തിലേക്ക് മാറുകയും അവിടെ നിന്ന് 10ാം ഭാവത്തിലേക്ക്, അതായത് കർമ്മഭാവത്തിലേക്ക് ദൃഷ്ടി പതിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. ഇത് ജോലിയിൽ തിരക്കും സമ്മർദ്ദവും വർദ്ധിപ്പിക്കുന്നതാണ്. 4ാം ഭാവത്തിൽ ചൊവ്വ ഉച്ചനായി നിൽക്കുന്നത് പോലീസ്, പട്ടാളം, എഞ്ചിനീയറിംഗ്, റിയൽ എസ്റ്റേറ്റ്, അഡ്മിനിസ്ട്രേഷൻ തുടങ്ങിയ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് സ്ഥാനമാറ്റമോ അധികാരമോ ലഭിക്കുവാൻ കാരണമാകുന്നതാണ്. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ജോലിസ്ഥലത്ത് അമിതമായ ആവേശമോ ഈഗോയോ കാണിക്കുന്നത് ഒഴിവാക്കണം. മേലധികാരികളുമായി ഇടപെടുമ്പോൾ ഒരു സംയമനം കീപ്പ് ചെയ്യുന്നത് നല്ലതാണ്. ബിസിനസ് അതുപോലെ സ്വയം തൊഴിൽ ചെയ്യുന്നവർക്ക് പുതിയ പ്രോജക്റ്റുകൾ ആരംഭിക്കുവാൻ ജനുവരി മാസത്തിന്റെ ആദ്യവാരം ഉപയോഗപ്പെടുത്താവുന്നതാണ്. ചൊവ്വ ബലവാനായതിനാൽ ഭൂമി, കെട്ടിട നിർമ്മാണം, ഹാർഡ്വെയർ എന്നിവയുമായി ബന്ധപ്പെട്ട ബിസിനസ്സുകളിൽ വലിയ ലാഭം പ്രതീക്ഷിക്കാം. സർക്കാർ തലത്തിലുള്ള കോൺട്രാക്റ്റുകൾക്കോ ലൈസൻസുകൾക്കോ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അതിന് അനുകൂലമായ തീരുമാനങ്ങൾ ഉണ്ടാകുന്നതുമാണ്. ജോലിയുമായി ബന്ധപ്പെട്ട മത്സര പരീക്ഷകളിൽ പങ്കെടുക്കുന്നവർക്ക് 6ലെ ശനിയുടെ സാന്നിധ്യം വിജയസാധ്യതയും നൽകുന്നുണ്ട്. സർക്കാർ ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് പ്രതീക്ഷ നൽകുന്ന ഒരു മാസവുമാണ്. ജനുവരി മാസം തുലാം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം സാമ്പത്തികമായി വളരെ നിർണായകവും ഗുണകരവുമായ മാറ്റങ്ങൾ സംഭവിക്കുന്ന മാസമാണ് ജനുവരി. നിങ്ങളുടെ ധനസ്ഥാനാധിപനായ ചൊവ്വ ജനുവരി പകുതിയോടെ ഉച്ചസ്ഥിതിയിൽ എത്തുന്നതാണ് ഈ മാസത്തെ ഏറ്റവും വലിയ പ്രത്യേകത. ചൊവ്വ 4ാം ഭാവത്തിൽ ഉച്ചത്തിൽ നിൽക്കുന്നത് കൊണ്ട് ശക്തമായ ഭൂമിയോഗം അല്ലെങ്കിൽ ധനയോഗത്തെ സൂചിപ്പിക്കുന്നു. ശമ്പള വർധനവോ കിട്ടാനുള്ള പണം തിരികെ ലഭിക്കുകയോ ചെയ്യാം. ജനുവരി മാസം പകുതിക്ക് ശേഷം സ്വത്തുക്കൾ വാങ്ങുവാനോ ഭൂമി വിൽപ്പനയിലൂടെ വലിയ ലാഭം ഉണ്ടാക്കുവാനോ നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. റിയൽ എസ്റ്റേറ്റ് രംഗത്തുള്ളവർക്ക് സുവർണ മാസവുമാണ്. 4ൽ നിൽക്കുന്ന ശുക്രൻ പുതിയ വാഹനം വാങ്ങുന്നതിനോ ഗൃഹോപകരണങ്ങൾക്കോ വേണ്ടി പണം ചെലവാക്കുന്നതിന് അവസരമൊരുങ്ങുന്നതാണ്. ഇത് നിങ്ങൾക്കൊരു ശുഭകരമായ ചെലവാണ്. ലാഭസ്ഥാനത്ത് നിൽക്കുന്ന കേതുവും സൂര്യന്റെ 4ാം ഭാവത്തിലെ സഞ്ചാരവും ബിസിനസ്സിൽ അപ്രതീക്ഷിതമായ നേട്ടങ്ങൾ നൽകുന്നതാണ്. 5ാം ഭാവത്തിൽ രാഹു നിൽക്കുന്നതിനാൽ ഷെയർ മാർക്കറ്റ്, ചിട്ടി, ലോട്ടറി തുടങ്ങിയവയിൽ നിങ്ങൾക്ക് നിക്ഷേപിക്കാം. എങ്കിലും ഒരു കരുതലെടുക്കുന്നത് നല്ലതാണ്. ചിത്തിര അവസാന പകുതി നക്ഷത്രക്കാർക്ക് നക്ഷത്രനാഥൻ ചൊവ്വയാണ്. ഈ മാസം സാമ്പത്തികമായി ഏറ്റവും നേട്ടം ലഭിക്കുന്ന നക്ഷത്രമാണ് ചിത്തിര നക്ഷത്രം. നക്ഷത്രനാഥനായ ചൊവ്വ ഉച്ചത്തിൽ നിൽക്കുന്നതുകൊണ്ട് സാമ്പത്തിക സുരക്ഷിതത്വം അനുഭവപ്പെടുന്നതാണ്. കിട്ടാകടങ്ങൾ തിരികെ ലഭിക്കും. ഭൂമി സംബന്ധമായ ഇടപാടുകളിൽ വലിയ ലാഭം ഉണ്ടാകുന്നതാണ്. ചോതി നക്ഷത്രക്കാർക്ക് നക്ഷത്രനാഥൻ രാഹുവാണ്. വരുമാനം വർദ്ധിക്കുമെങ്കിലും കയ്യിൽ പണം നിൽക്കാത്ത ഒരവസ്ഥ വന്നേക്കാം. ഷെയർ മാർക്കറ്റ് പോലെയുള്ള കച്ചവടങ്ങളിൽ കരുതലോടെ നിക്ഷേപം നടത്തിയാൽ നേട്ടങ്ങൾ ഉണ്ടാക്കുവാൻ സാധിക്കും. വിശാഖം നക്ഷത്രക്കാർക്ക് നക്ഷത്രനാഥൻ വ്യാഴമാണ്. വ്യാഴം 9ാം ഭാവത്തിൽ നിൽക്കുന്നതിനാൽ ഭാഗ്യാനുഭവങ്ങൾ സാമ്പത്തികമായി ഉണ്ടാകുന്നതാണ്. ലോണുകൾ, ഇൻഷുറൻസ്, ചിട്ടി എന്നിവ വഴി ധനം കൈവശം വന്നു ചേരും. വിദേശത്ത് നിന്ന് പോലും ധനലാഭം പ്രതീക്ഷിക്കാം. ദീർഘകാല നിക്ഷേപങ്ങൾക്ക് ഈ മാസം അനുകൂലവുമാണ്. ഇനി നിങ്ങളുടെ വീടും കുടുംബ ബന്ധങ്ങളും നോക്കുമ്പോൾ ജനുവരി പകുതിയോടെ 4ാം ഭാവത്തിൽ സംഭവിക്കുന്ന ഗ്രഹങ്ങളുടെ ഒത്തുചേരൽ കുടുംബത്തിൽ വലിയ ചലനങ്ങൾ സൃഷ്ടിക്കുന്നതാണ്. ഈ മാസം കുടുംബകാര്യങ്ങളിൽ സന്തോഷവും ഒപ്പം ചെറിയ സ്വാരസ്യങ്ങളും ഇടകലർന്ന അനുഭവമായിരിക്കും ഉണ്ടാകുന്നത്. 4ാം ഭാവത്തിൽ ലഗ്നാധിപനായ ശുക്രൻ നിൽക്കുന്നത് കൊണ്ട് വീട്ടിൽ മംഗളകരമായ കർമ്മങ്ങൾ നടക്കുവാനും ബന്ധുക്കളുടെ സന്ദർശനത്തിനും കാരണമാകും. എന്നാൽ സൂര്യനും ചൊവ്വയും 4ാം ഭാവത്തിൽ നിൽക്കുന്നത് കൊണ്ട് വീടിനുള്ളിൽ നിസ്സാരമായ കാര്യങ്ങൾക്ക്
വീട്ടിലെ മുതിർന്നവർ തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങളോ ഈഗോ പ്രശ്നങ്ങളോ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. അച്ഛനുമായി അല്ലെങ്കിൽ പിതൃതുല്യവരുമായി ഗൗരവകരമായ ചർച്ചകൾ നടക്കുവാനും ഭാവി കാര്യങ്ങൾ തീരുമാനിക്കുവാനും നല്ല മാസമാണ്. വാടക വീട് മാറുവാനോ ജോലി സംബന്ധമായി താമസ സ്ഥലം മാറുവാനോ ആഗ്രഹിക്കുന്നവർക്ക് ജനുവരി 17 ശേഷമുള്ള സമയം നല്ലതാണ്. ഇനി ദാമ്പത്യ ജീവിതത്തിൽ പങ്കാളിയുടെ ഉയർച്ചയും ഇടപെടലുകളും നിർണായകമാകുന്ന മാസമാണ്. 7ാം ഭാവാധിപനായ ചൊവ്വ ഉച്ചത്തിൽ നിൽക്കുന്നത് ജീവിത പങ്കാളിക്ക് തൊഴിലിലോ സമൂഹത്തിലോ വലിയ അംഗീകാരവും സ്ഥാനമാനങ്ങളും ലഭിക്കുവാൻ കാരണമാകും. ഇത് കുടുംബത്തിന് അഭിമാനമാകുന്നതുമാണ്. പങ്കാളിക്ക് തിരക്കുകൾ വർദ്ധിക്കുന്നത് ദാമ്പത്യത്തിൽ സമയം കുറയുവാൻ കാരണമാകുന്നതാണ്. 4ാം ഭാവത്തിലെ ഗ്രഹങ്ങളുടെ സ്വാധീനം മൂലം വീട്ടുകാര്യങ്ങളെ ചൊല്ലി ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ വാക്കുതർക്കങ്ങൾ ഉണ്ടാകാം. സംസാരത്തിൽ നിയന്ത്രണം പാലിക്കുന്നത് സമാധാനം നിലനിർത്തുവാൻ സഹായിക്കും. വിവാഹത്തിന് ശ്രമിക്കുന്നവർക്ക് അനുകൂലമായ ഒരു മാസമാണ്. സാമ്പത്തിക ഭദ്രതയുള്ളതോ ഉന്നത ഉദ്യോഗസ്ഥരോ ആയ ആലോചനകൾ വരുവാൻ സാധ്യതയുണ്ട്. വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം മത്സര ബുദ്ധിയോടെ പഠിക്കേണ്ട സമയമാണ് ജനുവരി പകുതിയോടെ ചൊവ്വ 4ാം ഭാവത്തിൽ ഉച്ചത്തിൽ വരുന്നതുകൊണ്ട് സയൻസ്, എഞ്ചിനീയറിംഗ്, IT, മെഡിസിൻ തുടങ്ങിയ സാങ്കേതിക വിഷയങ്ങൾ പഠിക്കുന്നവർക്ക് ഉന്നത വിജയം ലഭിക്കുന്നതാണ്. പ്രാക്ടിക്കൽ പരീക്ഷകളിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കുവാൻ സാധിക്കും. വിദ്യാകാരകനായ ബുധൻ ജനുവരി 17 4ാം ഭാവത്തിൽ എത്തുന്നതോടെ പഠനത്തിലുള്ള ശ്രദ്ധ വർദ്ധിക്കും. കണക്ക്, അക്കൗണ്ടൻസി തുടങ്ങിയ വിഷയങ്ങളിൽ മിടുക്ക് തെളിയിക്കുവാൻ സാധിക്കുന്നതാണ്. എന്നാൽ 5ാം ഭാവത്തിൽ നിൽക്കുന്ന രാഹു ഇടയ്ക്ക് അലസതയോ അന്യചിന്തകളോ ഉണ്ടാക്കുവാൻ സാധ്യതയുണ്ട്. ഇനി ആരോഗ്യകാര്യത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ആരോഗ്യകാര്യത്തിൽ വലിയ അപകടങ്ങളൊന്നുമില്ലെങ്കിലും ലഗ്നാധിപന്റെ ബലക്കുറവ് കാരണം ചെറിയ അസ്വസ്ഥതകൾ അനുഭവപ്പെടാം. ലഗ്നാധിപനായ ശുക്രന് മൗഢ്യമുള്ളതിനാൽ ഈ മാസം ഉന്മേഷക്കുറവോ ക്ഷീണമോ അനുഭവപ്പെടാം. പ്രതിരോധശേഷി ഒരൽപ്പം കുറയുവാൻ സാധ്യതയുള്ളതിനാൽ പകർച്ചവ്യാധികൾ, ജലദോഷം എന്നിവ പെട്ടെന്ന് പിടിപെടാം. 4ാം ഭാവത്തിൽ സൂര്യനും ചൊവ്വയും നിൽക്കുന്നതിനാൽ നെഞ്ചരിച്ചിൽ, അസിഡിറ്റി, BP എന്നിവയൊക്കെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. കൊഴുപ്പ് കൂടിയ ഭക്ഷണങ്ങൾ ഒഴിവാക്കുന്നത് നല്ലതായിരിക്കും. ഹൃദയ സംബന്ധമായ അസുഖങ്ങളുള്ളവർ മരുന്നൊക്കെ കൃത്യമായി കഴിക്കുക. 2026 ജനുവരി മാസത്തെ ഗ്രഹസ്ഥിതി അനുസരിച്ച് തുലാം രാശിക്കാർക്ക് അനുഷ്ഠിക്കാവുന്ന ദോഷപരിഹാരങ്ങൾ ഏതൊക്കെയൊന്ന് നോക്കാം. ലഗ്നാധിപനായ ശുക്രന് മൗഢ്യമുള്ളതുകൊണ്ടും സുഖസ്ഥാനമായ 4ാം ഭാവത്തിൽ സൂര്യനും ചൊവ്വയും ഉൾപ്പെടെ ഗ്രഹങ്ങൾ നിൽക്കുന്നതുകൊണ്ടും ഈ പരിഹാരങ്ങൾ ചെയ്യുന്നത് നല്ലതാണ്. വെള്ളിയാഴ്ചകളിൽ ദേവീക്ഷേത്ര ദർശനം ചെയ്യുക. മഹാലക്ഷ്മി അഷ്ടകം അല്ലെങ്കിൽ ലളിതാ സഹസ്രനാമം ജപിക്കുന്നത് ഉത്തമമാണ്. വെളുത്ത പൂക്കൾ കൊണ്ട് ദേവിക്ക് അർച്ചന ചെയ്യുന്നത് നല്ലതാണ്. 4ാം ഭാവത്തിൽ ചൊവ്വ ഉച്ചത്തിൽ നിൽക്കുന്നതിനാലും സൂര്യൻ കൂടെയുള്ളതിനാലും ചൊവ്വാഴ്ചകളിൽ വ്രതം അനുഷ്ഠിക്കുന്നതോ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ ദർശനം ചെയ്യുന്നതോ നല്ലതാണ്. നിങ്ങളുടെ ദേഷ്യം കുറയ്ക്കുവാനും ഭൂമി സംബന്ധമായ തടസ്സങ്ങൾ മാറുവാനും സഹായിക്കും. ഒപ്പം നിങ്ങളുടെ പേരും നക്ഷത്രവും രേഖപ്പെടുത്തിയാൽ വെള്ളിയാഴ്ച ദിവസങ്ങളിലെ പ്രാർത്ഥനയിലും പൂജയിലും ചേർക്കുന്നതായിരിക്കും. ചുരുക്കത്തിൽ പറഞ്ഞാൽ 2026 ജനുവരി തുലാം രാശിക്കാർക്ക് കർമ്മരംഗത്ത് തിരക്കേറുന്നതും സാമ്പത്തികമായി നേട്ടങ്ങൾ കൊയ്തെടുക്കുന്നതുമായ ഒരു മാസമാണ്. പ്രധാനമായും നമ്മൾ കണ്ടത് ഇതാണ്. സാമ്പത്തികമായി ഉന്നതമായ സമയമാണ്. ഭൂമിയിൽ നിന്നോ തൊഴിലിൽ നിന്നോ മികച്ച വരുമാനം നിങ്ങളെ തേടിയെത്തും. തൊഴിൽ രംഗത്ത് കഠിനാധ്വാനം കൂടുമെങ്കിലും അതിനുള്ള അംഗീകാരവും അധികാരവും നിങ്ങൾക്ക് ഉണ്ടാകുന്നതാണ്. കുടുംബജീവിതത്തിൽ പുറമേ സന്തോഷം കാണുമെങ്കിലും വീടിനുള്ളിൽ അനാവശ്യമായ വാശിയും ഈഗോയും ഒഴിവാക്കുവാൻ ശ്രദ്ധിക്കണം. ദാമ്പത്യത്തിൽ പങ്കാളിയുടെ വളർച്ചയിൽ നിങ്ങൾക്ക് അഭിമാനിക്കുവാൻ സാധിക്കുന്നതുമാണ്. ആരോഗ്യകാര്യത്തിൽ വലിയ ആശങ്കകളില്ലെങ്കിലും ലഗ്നാധിപനായ ശുക്രന്റെ ബലക്കുറവ് കാരണം അലസതയോ ചെറിയ ക്ഷീണമോ ഒക്കെ വരാം. അത് മനസ്സിനെ ബാധിക്കാതെ നോക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഈ ജനുവരി മാസം ഈശ്വര വിശ്വാസത്തോടെയും ആത്മവിശ്വാസത്തോടെയും മുൻപോട്ട് പോവുകയാണെങ്കിൽ വലിയ വിജയങ്ങൾ നേടുവാൻ നിങ്ങൾക്ക് സാധിക്കും. വ്യക്തിഗത ഗ്രഹനിലയിലെ ലഗ്നാലുള്ള ഗ്രഹഭാവങ്ങളും ബലാബലവും നിൽപ്പുമനുസരിച്ച് ഈ ഫലങ്ങളിൽ ചെറിയ വ്യത്യാസങ്ങൾ വരുന്നതാണ്. ആയതിനാൽ കൂടുതൽ കൃത്യമായി അറിയുവാൻ നിങ്ങളുടെ ഗ്രഹനില കൂടി പരിശോധിക്കേണ്ടതാണ്. എങ്കിലും ഈ നൽകിയ ഫലങ്ങൾ നിങ്ങൾക്കൊരു മുതൽക്കൂട്ടാകും എന്നതിൽ സംശയമില്ല. അപ്പോൾ ഇന്നത്തെ ഈ അധ്യായം ഇവിടെ പൂർണ്ണമാവുകയാണ്. പുതിയൊരു അധ്യായവുമായി വീണ്ടും കാണാം. ഏവർക്കും നന്ദി, നമസ്കാരം.